ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് പുരിയിൽ പ്രശസ്തമായ രഥയാത്രയ്ക്ക് രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതും ഭൌമ രാഷ്ട്രീയ വെല്ലുവിളികളിലെ സഹകരണവും ചർച്ച ചെയ്യും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൂടിയാലോചനാ യോഗം സമാപിച്ചു. യോഗത്തിലെ നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി. തെക്കൻ കാശ്മീരിലെ ഗുൽഗാമിൽ നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാസേന 5 ഭീകരരെ വധിച്ചു. പാക്കറ്റ് ഭക്ഷ്യ സാധനങ്ങളിൽ പോഷക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ശുപാർശ അംഗീകരിച്ചതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ സിംബാബ്വെ രണ്ടാം ട്വന്റി മത്സരം വൈകിട്ട്. വനിതാ ട്വന്റിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് പുരിയിൽ നടക്കുന്ന പ്രശസ്തമായ രഥയാത്രയ്ക്ക് രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും. നാളെ ഭുവനേശ്വറിലെ ചരിത്രപ്രസിദ്ധമായ ഉദയഗിരി, ഖണ്ഡഗിരി ഗുഹകൾ രാഷ്ട്രപതി സന്ദർശിക്കും. വിഭൂതി കനിംഗോ കോളേജ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, ഉത്കൽ യൂണിവേഴ്സിറ്റി ഓഫ് കൾച്ചർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുമായും ശ്രീമതി മുർമു സംവദിക്കും. ഭുവനേശ്വറിന് സമീപമുള്ള ഹരിതാമത ഗ്രാമത്തിൽ ബ്രഹ്മകുമാരീസിന്റെ ഡിവൈൻ റിട്രീറ്റ് സെന്റർ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 13ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഡൽഹിയിലേക്ക് മടങ്ങി. ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ഉച്ചയോടെ ഡൽഹിക്ക് മടങ്ങി. സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ശേഷം കൊല്ലത്തെത്തിയ അദ്ദേഹം കുടുംബത്തോടൊപ്പം അഷ്ടമുടിക്കായലിൽ ഉല്ലാസയാത്രയും നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രി 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. റഷ്യ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഓസ്ട്രിയയിലെത്തും. അടുത്തയാഴ്ച ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ. 40 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമെന്ന നിലയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനം പ്രത്യേക ബഹുമതിയാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർ സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും നിരവധി ഭൌമരാഷ്ട്രീയ വെല്ലുവിളികളിൽ അടുത്ത സഹകരണത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യുമെന്നും ചാൻസലർ പറഞ്ഞു. ഈ ചരിത്ര സന്ദർഭം അടയാളപ്പെടുത്താൻ ഓസ്ട്രിയ സന്ദർശിക്കുന്നത് തീർച്ചയായും അഭിമാനകരമാണെന്ന് ഓസ്ട്രിയൻ ചാൻസലർക്ക് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. 2024-25 കേന്ദ്ര ബജറ്റ് ജൂലൈ 23 ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിലെ പുരിയിലെ വിശ്വപ്രസിദ്ധമായ രഥയാത്ര ഇന്ന് നടക്കും. ഭഗവാൻ ജഗന്നാഥൻ, ഭഗവാൻ ബലഭദ്രൻ, ദേവി സുഭദ്ര, ഭഗവാൻ സുദർശൻ എന്നിവരുടെ രഥയാത്രയാണ് പുരി രഥയാത്ര എന്ന് അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10 മുതൽ 15 ലക്ഷത്തോളം ഭക്തരുടെ സാന്നിധ്യമാണ് പുരിയിൽ പ്രതീക്ഷിക്കുന്നത്. വാർഷിക ഉത്സവത്തിൽ ഇത്തവണ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. എല്ലാ കൊല്ലവും രഥയാത്ര ഒരു ദിവസത്തെ പരിപാടിയായാണ് നടക്കുക. എന്നാൽ ഇക്കുറി പ്രത്യേക ആകാശ ക്രമീകരണങ്ങൾ കാരണം ഇത് 2 ദിവസം നീണ്ടു നിൽക്കും. 1971 ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രഥയാത്ര നടന്നത്. ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സിംഹ ഗേറ്റിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള രഥങ്ങൾ യാത്രയുടെ ഭാഗമായി ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ അത് ഒരാഴ്ചയോളം തങ്ങും. ഇന്ന് ഉച്ചയോടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഭക്തർ രഥം വലിക്കാൻ ആരംഭിക്കും. ഈ വർഷം രഥയാത്രയും അനുബന്ധ ചടങ്ങുകളായ നബജോബൻ ദർശൻ, നേത്ര ഉത്സവ് എന്നിവയും നടക്കും. രഥോത്സവം എന്നറിയപ്പെടുന്ന രഥയാത്ര പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തോളം തന്നെ പുരാതനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. 8 ദിവസത്തിനു ശേഷം രഥങ്ങൾ തിരിച്ചെത്തുന്നതോടെ ഉത്സവത്തിന് പരിസമാപ്തിയാകും.
ഉത്സവം സുഗമമായി നടത്തുന്നതിനും രാഷ്ട്രപതിയുടെയും മറ്റ് പ്രമുഖരുടെയും സന്ദർശനത്തിന്റെയും ഭാഗമായി ഒഡീഷ സർക്കാർ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രഥയാത്രയോടനുബന്ധിച്ച് ഇന്നും നാളെയും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രഥയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എണ്ണമറ്റ ജഗന്നാഥ പ്രേമികൾ ഇന്ന് ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് രാഷ്ട്രപതി മുർമു സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ജഗന്നാഥ രഥയാത്രയ്ക്ക് ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ടെന്ന് ഉപരാഷ്ട്രപതി ധൻകർ പറഞ്ഞു. ഭഗവാൻ ജഗന്നാഥന്റെ അനുഗ്രഹം രാജ്യത്ത് നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചത്. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രഥയാത്രയോടനുബന്ധിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലെ മംഗള ആരതിയിൽ പങ്കെടുക്കും. പിന്നീട് അഹമ്മദാബാദിലെ നാരൻപുരയിൽ ആധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും അംബാവാഡിയിൽ വിദ്യാർത്ഥി ഭവനും കേന്ദ്രമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2024-25 കേന്ദ്ര പൊതുബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രാലയത്തിൽ മന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൂടിയാലോചനാ യോഗം സമാപിച്ചു. ജൂൺ 25-നാണ് വ്യാപാര സേവന പ്രതിനിധികളുമായുള്ള 7ാമത് പ്രീ ബജറ്റ് കൺസൾട്ടേഷൻ ആരംഭിച്ചത്. രാജ്യത്തെ കർഷക സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും കാർഷിക സാമ്പത്തിക വിദഗ്ധരും ഉൾപ്പെടെ 10 പങ്കാളി ഗ്രൂപ്പുകളിലായി 120-ലധികം ക്ഷണിതാക്കൾ യോഗങ്ങളിൽ പങ്കെടുത്തു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, ധനകാര്യ സെക്രട്ടറി ഡോക്ടർ ടി.വി. സോമനാഥൻ തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ സന്നിഹിതരായിരുന്നു. ചടങ്ങിനിടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പങ്കുവച്ചതിന് ശ്രീമതി സീതാരാമൻ അംഗങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം പരിശോധിച്ച് ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. തെക്കൻ കാശ്മീരിലെ ഗുൽഗാം ജില്ലയിൽ നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ 5 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. ഫ്രിസൽ ചിന്നിഗാം മേഖലയിൽ 4 ഭീകരരെയും മോട്ടർഗാമിൽ ഒരാളെയുമാണ് സൈന്യം വധിച്ചത്. ഇവിടങ്ങളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അതേസമയം ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികർക്കും ജീവൻ നഷ്ടമായി. പാക്കറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പോഷക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനും അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിനുമുള്ള ശുപാർശ അംഗീകരിച്ചതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. 2020-ലെ ഭക്ഷ്യ സുരക്ഷാ നിയന്ത്രണങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഉൽപ്പന്നത്തിലെ ആകെ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അളവ് രേഖപ്പെടുത്തുന്നതിനുള്ള തീരുമാനം അംഗീകരിച്ചത്. ടൂറിസം മേഖലയെ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ടൂറിസം വികസനത്തിൽ വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും അത് ശരിയായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ശ്രീ സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. 5 മത്സരങ്ങളുടെ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിംബാബ്വേയെ നേരിടും. സിംബാബ്വേയിലെ ഹരാരെയിൽ വൈകിട്ട് 4:30-ന് മത്സരം ആരംഭിക്കും. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സിംബാബ്വെ 13 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള വനിതാ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് നടക്കും. ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ചിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. യൂറോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇംഗ്ലണ്ടും നെതർലൻഡ്സും സെമിയിൽ പ്രവേശിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3-ന് സ്വിറ്റ്സർലൻഡിനെ മറികടന്നാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ നെതർലൻഡ്സ് 2-1-ന് തുർക്കിയെ തോൽപ്പിച്ചു. ചൊവ്വാഴ്ച രാത്രി 12:30-ന് നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും. ബുധനാഴ്ച രാത്രി 12:30-ന് നടക്കുന്ന 2ാം സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് പുരിയിൽ പ്രശസ്തമായ രഥയാത്രയ്ക്ക് രാഷ്ട്രപതി സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ, ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതും ഭൌമരാഷ്ട്രീയ വെല്ലുവിളികളിലെ സഹകരണവും ചർച്ച ചെയ്യും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൂടിയാലോചനാ യോഗം സമാപിച്ചു. യോഗത്തിലെ നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി. തെക്കൻ കാശ്മീരിലെ കുൽഗാമിൽ നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാസേന 5 ഭീകരരെ വധിച്ചു. പാക്കറ്റ് ഭക്ഷ്യ സാധനങ്ങളിൽ പോഷക വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള ശുപാർശ അംഗീകരിച്ചതായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
ഇന്ത്യ സിംബാബ്വെ രണ്ടാം ട്വന്റി മത്സരം വൈകിട്ട്. വനിതാ ട്വന്റി-20യിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.